മന്ത്രി വി അബ്ദുറഹ്മാന്റെ മാച്ച് ഫിക്സ് പരാമർശത്തിൽ പ്രതിഷേധിച്ച കായിക താരങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മന്ത്രി പിൻവലിച്ചില്ലെങ്കിൽ മെഡലുകൾ കടലിലെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് താരങ്ങൾ. കേരള സ്പോർട്സ് കൗൺസിലിന് മുന്നിലാണ് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത് ഫൈനലിൽ വെള്ളി നേടിയ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങൾ പ്രതിഷേധിച്ചത്. കായിക കേരളത്തിൻ്റെ നേർചിത്രമാണ് ഈ കൊട്ടിയടക്കപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയുടെ ഈ വാതിലുകൾ. ആകെ പ്രതിഷേധിക്കാനെത്തിയത് 9 പേരാണ്. ആ 9 പേരെ ഭയന്നാണ് ഇപ്പോൾ ഈ ഗേറ്റുകൾ അടച്ചുപൂട്ടിയത്. വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങളാണ് വകുപ്പ് മന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധവുമായി കേരള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തെത്തിയത്. ടീമിലെ 9 പേർ പ്രതിഷേധവുമായി എത്തിയതോടെ കേരള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് നിർദ്ദേശമെത്തി. പ്രധാന ഗേറ്റ് താഴിട്ട് പൂട്ടുക. ഇതിൻ്റെ ക്യാമ്പ് ആപ്പാടെ കിട്ടിയ 3 ദിവസമാണ്. 3 ദിവസം കിട്ടിയിട്ട് ആ 3 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് വെള്ളി മെഡൽ മേടിച്ചിട്ട് വന്നിട്ട് പോലും ഒരു വില തരാത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. ഹരിയാനയ്ക്ക് വേണ്ടി കേരള താരങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് മന്ത്രിയുടെ പരാമർശം. ഫൈനലിൽ ഹരിയാനയാണ് കേരളത്തെ തോൽപ്പിച്ചത്. പിന്നെ മന്ത്രി പറയുന്നത് ഹാൻഡ്ബോൾ ടീമിനെയാണ്. നമ്മൾ പോയത് ഹാൻഡ്ബോൾ അല്ല, കേരളത്തിൽ നിന്ന് ഹാൻഡ്ബോൾ ടീം നാഷണൽ ഗെയിംസിൽ പോയിട്ടില്ല, ബീച്ച് ഹാൻഡ്ബോൾ ആണ് പോയേക്കുന്നത്. പക്ഷെ മന്ത്രി പറഞ്ഞത് ഹാൻഡ്ബോൾ പോയി അവിടെ ഫിക്സ്ഡ് ആയിട്ട് മാച്ച് ഹരിയാനയ്ക്ക് ഗോൾഡ് കൊടുത്തു, കേരളത്തിന് വെള്ളി. ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിയുടെ പ്രസ്താവന മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശംഖുമുഖം ബീച്ചിൽ തന്നെ ഞങ്ങൾ ഇത് ഉപേക്ഷിക്കുന്നതായിരിക്കും. ഒരു ദിവസത്തെ ക്യാമ്പ് പോലും നൽകാതെയാണ് താരങ്ങളെ ദേശീയ ഗെയിംസിൽ അയച്ചത്. തീർത്തും നിരുത്തരവാദപരമായാണ് കേരള സ്പോർട്സ് കൗൺസിലും താരങ്ങളോട് പെരുമാറിയത്. ആസാമിൽ നടന്ന നാഷണൽ മീറ്റ് ഉണ്ട്, ബീച്ച് ഹാൻഡ്ബോൾ നാഷണൽ മീറ്റിൽ സിൽവർ മെഡൽ മേടിച്ചിരുന്നു. ആ ടീമിനെ നമുക്കിവിടെ സെലക്ഷൻ ട്രയൽസിന് വേണ്ടി ഒരു ഹാൻഡ്ബോൾ പോസ്റ്റ് പോലും തരാൻ കൗൺസിൽ തയ്യാറായില്ലായിരുന്നു. 3 പ്രാവശ്യത്തെ വെള്ളി മെഡൽ ജേതാക്കളാണ് കുട്ടികൾ. അവരെ അംഗീകരിക്കാതെ പലതരത്തിൽ ഇവരെ താഴ്ത്തിക്കെട്ടുന്നത് വളരെ മോശമായ കാര്യമാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ബീച്ച് ഹാൻഡ്ബോൾ ടീമിനെതിരെ നടത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ മെഡൽ കിട്ടിയത്, നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിനൊരു വിലയില്ലെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഗ്രൗണ്ടിൽ തന്നെ ഞങ്ങളിത് ഉപേക്ഷിക്കും എല്ലാവരും. വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കുള്ളത്. മാച്ച് ഫിക്സിംഗ് എന്ന വാദവുമായി മന്ത്രി മുൻപോട്ട് വരുമ്പോൾ അവരുടെ ഭാവിക്ക് തന്നെ അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ നല്ലൈമുരുവിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.